സാർ ഒന്ന് പ്രസംഗിച്ച് കാണിക്കണം. എൻ്റെ ഏത് പ്രസംഗം നിങ്ങൾക്ക് കേൾക്കേണ്ടത്? ജൈവ പച്ചക്കറി കൃഷിയെ കുറിച്ചിട്ട് സാർ ഇപ്പം അടുത്ത് പ്രസംഗിച്ചല്ലോ, അതായാലും മതി. പാർട്ടിയുടെ തീരുമാനമായി പോയി. പ്രിയപ്പെട്ട ജനങ്ങളെ, നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് പച്ചക്കറി ക്ഷാമം പരിഹരിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെയാണ് പരിഹരിക്കുന്നത്? ഏതെങ്കിലും തേണ്ടി അവനവൻ്റെ മുറ്റത്ത് ഒരു കമ്പ് കുത്തിയിടുന്ന ശീലം ഉണ്ടോ? പിന്നെ എവിടുന്നാണ് ഇതൊക്കെ പരിഹരിക്കുന്നത്? കാരണം പാണ്ടികൾ കയറ്റി വിടണം, വിഷം തെളിച്ച പച്ചക്കറി തിരാനാണ് ഇവിടുത്തെ നാറികൾക്ക് താല്പര്യം. ഈ കളത്തണ്ടികൾക്ക് എന്താണ് ഇവിടെ നല്ല പച്ചക്കറികൾ നട്ടിട്ട് സ്വന്തം നാട്ടിൽ പച്ചക്കറി ഉണ്ടാക്കിയിട്ട് ജീവിക്കണത്? ഈ വിഷം തിന്നട്ടെ കളനാറികൾ, നായ്ക്കള്. കാരണം പാണ്ടികൾ ഉണ്ടാക്കുന്ന പച്ചക്കറി കൊണ്ടുവന്നിട്ട് അത് തിന്നിട്ട് വിഷം അകത്ത് കയറ്റിയിട്ട് ആശുപത്രിയിൽ പോയി കിടക്കാൻ സകല തെണ്ടികൾക്കും കഴിയും. ഒരാട്ട മാമനന്റെ മുറ്റത്തൊരു പച്ചമുളകിന്റെ തൈ നടില്ല. ഇതാണ് ഇവിടുത്തെ വലിയ പൗരന്മാര്. എവിടുത്തെ പറഞ്ഞ ഈ തെണ്ടികൾ ആദ്യം ഇറങ്ങി തിരിക്കേണ്ടത് അവനവന്റെ നാട്ടിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാനാണ്. ഇതൊന്നും ചെയ്യാൻ ഇവർ ആരും തയ്യാറല്ല. ഉണ്ടായിരുന്ന കുളങ്ങളൊക്കെ മണ്ണിട്ട് തീർത്തു. എന്നിട്ട് പിന്നെ അവസാനം വന്നിട്ട് പറയാൻ പിടിക്കാൻ പാടില്ല. എന്താ മതിയാ നിങ്ങൾക്ക് ഈ അത് വേണ്ട സാർ. ആയൊക്കെ ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ കാണിച്ചുള്ളതാണ്. അത് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാനൊന്നും പറ്റില്ല. അത് വളരെ ബോറാണ്. ഏത് ഈ ഇത് പിന്നെ പിന്നെ നിങ്ങൾ കാണിച്ചാണ് നല്ലത്. അല്ല, അത് ഇനി വേണ്ട സാർ, അത് വേണ്ട. പിന്നെ ഏതാ വേണ്ട? ഏതാണ് മതി? എന്താണ് സാർ മതി. മാങ്ങാത്തൊലി പ്രസംഗം. സാർ, എനിക്ക് ഇത്രയും നേരത്തെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി സാർ. എന്താണ്? സാറിന് നടക്കാൻ അറിയില്ല, ചിരിക്കാൻ അറിയില്ല, നോക്കാൻ അറിയില്ല, പെരുമാറാൻ അറിയില്ല, സംസാരിക്കാൻ അറിയില്ല, പ്രസംഗിക്കാനും അറിയില്ല. ആകെ അറിയാവുന്നത് കുറെ പച്ചത്തെറികൾ മാത്രം. സാറിന് സംസ്കാരമേ ഇല്ല സാർ. എടാ കള്ളൻ നായേ, ആരാണെന്ന് നിന്റെ വിചാരം? നീ എടാ ഒരു മന്ത്രിയാണ് ഞാൻ. നീ വലിയ ക്ലാസ് എടുക്കണ ആളാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നല്ലോ. എന്ത് സംസ്കാരമാണ് തെണ്ടി നിനക്കുള്ളത്? നീ നിന്റെ വീട്ടിൽ ഇങ്ങനെ നടക്കും, നിന്റെ നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ നടക്കും. എന്ത് തലപ്പാ നായത് മാറി? നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? സർക്കാരിന്റെ കാശ് പിടുക്കാൻ വേണ്ടിയിട്ട് ഓരോ കള്ളത്തരം കാണിച്ച് നടക്കല പട്ടി തെണ്ടി. നീ നിന്റെ വീട്ടുകാരുടെ നാട്ടുകാരുടെ ഒക്കെ പറ്റിക്കല പട്ടി അല്ലേ? എന്നിട്ട് എനിക്ക് സംസ്കാരിക്കാന്ന് പറയണം നായ. നീ അടിക്കുന്ന പന്നി അങ്ങനെ ഈ ജാതി തൊഴിലാണ് തണ്ട പോണം നാറി. എന്ത് സോറി? ഇതാണ് നിന്റെ ബിഹേവിയർ പഠിപ്പിക്കല്. എനിക്ക് ഭാര്യ കുട്ടികളൊക്കെ ഇത് ഭാര്യ കുട്ടികൾ തന്നെ കൊല്ലു. ഞാൻ തന്നെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായി പോയി. എനിക്ക് രണ്ട് കാര്യം ഞാൻ തല്ലി മുറിക്കാൻ. അത് സംസ്കാരം ഇല്ലാന്ന് എനിക്ക്. എന്താ നീ മനസ്സിലാക്കിയത്? കള്ള നായ. എനിക്ക് നേരത്തെ ആയി പോയി. അതാണ് അത് വീട്ടിലായിരിക്കും. എന്തിനെ നീയൊക്കെ വിചാരിക്കണ മാതിരി ഏതെങ്കിലും ഒരു ഇതൊന്നും വന്ന് കയറിയല്ലേ ഞാൻ മന്ത്രിയാണ്. ഞാൻ ആരെനിക്ക് അറിയോ? സിലിണ്ടർ കുത്തിപ്പിടിക്കുക ഞാൻ നായ. എന്നെ പഠിപ്പിക്കാൻ വരും. എനിക്ക് സംസ്കാരം ഇതല്ല, ഇതിൽ വലുത് കണ്ടതാ ഞാൻ. പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. സൂതൻ സാറേ, ഇപ്പൊ 9 ഓവറിൽ 2 വിക്കറ്റ് തെറിച്ച് ഒരെണ്ണം റണ്ണൌട്ടാകാൻ നിൽക്കണം. ഈ കണക്കിന് 5 കൊല്ലം മന്ത്രിസഭ നിൽക്കുവോ? ഒരു രക്ഷയില്ല വെച്ചിട്ടാടോ കഴിഞ്ഞ മന്ത്രിസഭ. എങ്ങനെ പല കാരണം ഉണ്ടായിട്ടും മന്ത്രിമാർ കടിച്ചു തൂങ്ങിയതിനെതിരെ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഇവര് അധികാരത്തിൽ കയറി. ഇവര് അതുപോലെ ചെയ്താൽ ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? ഇന്നത്തെ പ്രസ് മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ ഒരു പ്രധാന കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ പറയുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് എന്താണെന്നറിയില്ല, എൻ്റെ സംസാരത്തിന് വല്ലാത്ത സംസ്കാരത്തിൻ്റെ കുറവുണ്ട്. ഇത്ര എന്താ കാരണം എന്ന് എനിക്കറിയില്ല. ഈ സംസ്കാരമൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ മന്ത്രി കസേരയിൽ എത്തിയത്. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് മന്ത്രി ആയതിനു ശേഷം ഒരു പുതിയ സംസ്കാരമാണെന്നുള്ളത് എനിക്കറിയില്ല. അതെന്താണാവോ ആളുകൾ ഉദ്ദേശിക്കുന്നത്? ഈ വിവാദ പ്രസംഗത്തെക്കുറിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത് പൊതുജനങ്ങൾ എന്ന് പറയുന്നതിൽ കൂടുതലും അങ്ങയുടെ ഭരണകക്ഷിയിൽപ്പെട്ട ഘടകകക്ഷികളാണ്. നമ്മൾ ഈ കൂടെ നിൽക്കുന്നവർക്ക് ഈ തൊഴുത്തി കുത്ത് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ഈ തൊഴുത്തി കുത്ത് തന്നെയാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം. അത് തന്നെയാണ് ഈ തണ്ടികളുടെ പണി. സാർ, ഈ സംസാരിക്കുന്ന ഭാഷയാണ് ഇപ്പോൾ പൊതുവെ വിവാദമായിട്ടുള്ളത്. അതിന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു നാട്ടുമ്പുറത്തുകാരനാണ്. ഞാൻ എൻ്റെ നാട്ടുഭാഷയാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ എനിക്ക് മന്ത്രിയായി അങ്ങോട്ട് കഴിയുമ്പോൾ വേറെ ഒരു പുതിയ സംസ്കാരം ഒന്നും ഉണ്ടാക്കിക്കൊണ്ടേ എനിക്ക് പറ്റില്ല. ഞാൻ വളരെ തുറന്ന മനസ്സോടാണ് സംസാരിക്കുന്നത്. അല്ല, അത് അങ്ങും CM മാത്രമാണ് അതിനെ അനുകൂലിച്ച് പറയുന്നുള്ളൂ അല്ലേ? അതെ സാറേ, ഇപ്പോൾ ഒന്നാമത് കുട്ടികൾക്ക് ടിവിന്റെ മുന്നിൽ ഇരുന്ന് വാർത്ത കേൾക്കാൻ പറ്റുന്നില്ല. അതെന്താ? കണ്ണു കാണാല്ലേ? അത്രയും വൃത്തികെട്ട ഭാഷയല്ല സാർ ഉപയോഗിക്കണത്. ഓ അത് ശരി, എൻ്റെ ഭാഷ മോശമായിട്ടാണ്.
അപ്പൊ ഈ കുട്ടികൾക്ക് നിങ്ങളെല്ലാവരും ഫാഷൻ ചാനൽ വെച്ച് കൊടുക്കണല്ലോ, അതിനൊരു ആവശ്യമില്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒന്നാമത്തെ കുട്ടികൾ വല്ല പോകോ ചാനലോ അല്ലെങ്കിൽ അങ്ങനെ വല്ല കാർട്ടൂണോ കാണിച്ചു കൊടുക്കും. ഈ വാർത്തൊക്കെ കണ്ടിട്ട് ഇവർ എന്ത് കാണിക്കാനാണ്? അപ്പൊ കുട്ടികളുടെ GK വളരണ്ടെന്നാണോ സാറ് പറയണത്? ആരാണ് അത് GK? എന്താണ്? സ്ത്രീകൾക്കെതിരെ വളരെ മോശമായ വാക്കുകളാണ് താങ്കൾ ഉപയോഗിച്ചിട്ടുള്ളത്, ഏറ്റവും അശ്ലീലമായ പദങ്ങൾ. എന്താണ് എന്റെ പങ്കള? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെപ്പോലുള്ള ആൾക്കാര് കണ്ണി കണ്ടത് വായ തോന്നുന്നതൊക്കെ ഈ മന്ത്രിമാരെ വിളിച്ചങ്ങോട്ട് പറയുമ്പോ പിന്നെ കയ്യും കെട്ടി നോക്കിക്കണം എന്നാണ് പറയണത്. മന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാണ്, അയാൾക്കുണ്ട് വികാരങ്ങളൊക്കെ, അയാളുടെ കാര്യങ്ങൾ അങ്ങനെ പ്രതികരിച്ച് പറയും. അപ്പൊ അത് മാത്രം അനാവശ്യം. നിങ്ങൾക്ക് ഇങ്ങോട്ട് എന്ത് വേണമെങ്കിലും പറയാന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണത്? സാർ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്, അപ്പൊ കുറച്ച് സംസ്കാരമൊക്കെ പാലിക്കേണ്ടി വരും. ഞാൻ ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തേക്ക് കയറി വന്ന് ഇതേപോലത്തെ സംസ്കാരത്തിന്റെ ഇടം കൂടെ വന്നിട്ട് തന്നെയാണ്, അല്ലാണ്ട് വെറുതെ പിടിച്ച് കയറ്റിയിരുത്തോന്നല്ല ഇവിടെ. അങ്ങനെ സാറിന് പറ്റില്ലെങ്കിൽ ഇറങ്ങി പോകുന്നതാണ് ഏറ്റവും നല്ലത്. എന്തിനാണ് ഞാൻ ഇറങ്ങി പോകുന്നത്? നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ ഇറങ്ങി പോയി. ഇത്രയേറെ പ്രതിഷേധങ്ങൾ സാറിനെതിരെ ഉണ്ടായിട്ട് സാറിനൊന്ന് രാജിവെക്കാൻ തോന്നാത്ത എന്താ? എവിടെ ഇയാൾ വരുന്നത്? ഇതെന്താണ് വായ തോന്നിയത്? നേരത്തെ അങ്ങോട്ട് രാജിവെക്കാണ്, ഒരു മന്ത്രിയായിട്ടാണ് ഇയാൾ സ്ഥാനത്തിരിക്കുന്നത്. വെറുതെ താരൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ രാജിവെക്കാൻ നിൽക്കാണ്. ഒന്നാമത് ഇതൊക്കെ ചോദിക്കാൻ താരാണ്? അയ്യോ സാർ, ഇദ്ദേഹത്തെ അറിയില്ലേ? ഇദ്ദേഹം പ്രശസ്ത കവിയും പത്രപ്രവർത്തകനുമായ മൊയ്തു കണ്ണങ്കണ്ടി. അതിനൊക്കെ വായിക്കേണ്ട നിലയിൽ അറിയുള്ളൂ. ഇനിയിപ്പോ കണ്ടിയുടെ കാര്യങ്ങൾ വായിക്കാനാണ്. താൻ ഏത് കണ്ടിയാണെങ്കിലും ശരി, ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. താനൊക്കെ കവിത എഴുതുന്ന മാതിരിയല്ല രാജ്യം ഭരിക്കുന്നത്, അത് മനസ്സിലാക്കിക്കോട്ടെ. സാറെ കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം സാർ. എവിടുത്തെ മാന്യത? തന്റെ പേരിൽ തന്നെ മാന്യതല്ലോ. പിന്നെ കണ്ണങ്കണ്ടിക്ക് പേരെ ഞാൻ വേറെ എന്തിനും പറയാൻ പറ്റും? സാർ എന്തൊക്കെ പറഞ്ഞാലും പൊതുവേദിയിൽ കുറച്ച് മാന്യമായിട്ട് തന്നെ പെരുമാറണം. നീ എന്നെ മാന്യത പഠിപ്പിക്കാൻ നിൽക്കണ്ട, നീ നിന്റെ കാര്യം നോക്കി. ഇവര് വർത്താനം പറഞ്ഞത് നീയൊക്കെ ഞെക്കിരിട്ടോടെ നടക്കുന്ന കാലത്ത് കയറിയാണ് ഞാൻ ഈ രാഷ്ട്രീയത്തിന്. പിന്നെ നിന്റെ ഒക്കെ മാന്യതക്ക് അനുസരിച്ച് ജീവിക്കലാണ് എനിക്ക് പണി. എന്ത് മന്ത്രിയാണെങ്കിൽ മന്ത്രി എടോ മാന്യമായിട്ട് സംസാരിച്ച് 4 വാക്ക് സംസാരിച്ച് എണിച്ച് പോവാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് തന്നെ പേപ്പറിൽ എഴുതി കൊണ്ടുവന്ന ആളാണ്. എന്നെ കൊണ്ട് വായ തോന്നൊക്കെ പറയിപ്പിച്ചിട്ട് ഈ ജാതി വർത്താനങ്ങളൊക്കെ നാളെ പത്രത്തിൽ എഴുതാൻ വേണ്ടി കുത്തി ചോദിക്കലേ നിങ്ങളൊക്കെ പണി. ശോഭിക്കാണ്ട് എങ്ങനെയാണ് നിങ്ങളൊക്കെ പരിപാടി? എന്താണ് പിന്നെ ശോഭിപ്പിക്കലാണ് നിങ്ങളുടെ പരിപാടി. എന്നിട്ട് ആ വർത്താനം പറഞ്ഞിട്ട് പിന്നെ ഏടിയെന്ന് പറയരുത്, ഉടോടിയെന്ന് പറയരുത്. ഉത്തരം മുട്ടുമ്പോ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ഉത്തരം മുട്ടുമ്പോൾ താന്ന് പോലെ ഒന്ന് പോയി പണി. വിദ്യാഭ്യാസം, ഈ ജാതി വിദ്യാഭ്യാസം വെച്ചെടുക്കാനാണ് ഞാൻ രാജ്യം ഭരിക്കാൻ കയറിയിരിക്കുന്നത്. പറയേണ്ടത് എന്ന് നീ നിന്റെ കാര്യം നോക്കണം. നേരം വെളുക്കുമ്പോൾ ഡയറി തൂക്കി ഇറങ്ങിയിരിക്കണം. എന്റെ കൂടെ നിൽക്കുമ്പോൾ ഇതിന്റെ ആണത്തം വേണം. ആ ആണത്തം എന്റെ കൂടെ നിന്നാൽ മതി. ഇറങ്ങി പോയി പണിതാ നോക്കാം. ഇവിടെയൊക്കെ സംസാരിക്കാൻ നിൽക്കുന്നത് ഈ കണ്ണങ്കണ്ടിയെ അധിക്ഷേപിച്ചതിന് നമുക്ക് പ്രതിഷേധം അത് മാത്രമോ? മണ്ടോദരീനെ സ്ത്രീകൾക്കെതിരെ അപമാനിച്ചു, സ്ത്രീത്വത്തെ അപമാനിച്ചു. പത്രക്കാരെ നായ്ക്കളെന്ന് വിളിച്ചു. ഏതായാലും പുള്ളീനെ വെറുപ്പിക്കണ്ട, ഇയാളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ചൂടൻ വാർത്തകൾ കിട്ടുന്നത്. അല്ല, ഞാൻ ഇങ്ങനെ ആലോചിക്കണതല്ല, ഇയാളെ പെരയിൽ ഇയാളെ ഭാര്യ മക്കൾ എങ്ങനെ ഇയാളെ സഹിക്കണേ? ഞാൻ രാജിവെക്കുന്നു. എന്തിനാ സാറ് രാജിവെക്കുന്നത്? ഞാനല്ല, താനാ രാജിവെക്കണേ. ഞാനോ? എന്തിന്? എടോ, ഒരു മന്ത്രിയായിരിക്കുമ്പോൾ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാതെ വായു വരുന്നത് പലതും ഒന്ന് വിളിച്ചു പറയുക. അതിൻ്റെ ഭവിഷ്യത്താണ് ഇപ്പോൾ പുറത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പാർട്ടി എടുത്ത തീരുമാനമാണ്. ഇന്ന് പ്രസ് മീറ്റിംഗ് ഉണ്ട്, അവിടെ താൻ പറയേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയുക. കൈ നിന്നിട്ട് താനൊന്നും പറയാൻ ശ്രമിക്കണ്ട. സാറേ, ഇക്കണ്ട കാലം ഈ ശൈലി ഉപയോഗിച്ചിട്ടാണ് ജനങ്ങളുടെ ഇടയിൽ പാർട്ടിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചത്. അന്നൊന്നും എൻ്റെ സംസാരത്തിന് എൻ്റെ ശൈലിക്കൊന്നും യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പം ആളുകളൊക്കെ കൂടി വോട്ട് തന്ന് എന്നെ ജയിപ്പിച്ചൊരു മന്ത്രിസ്ഥാനത്തിൽ എത്തിയപ്പോൾ എൻ്റെ ശൈലി ശരിയല്ല. എന്താ ഞാൻ ചെയ്യുക? പെട്ടെന്ന് അങ്ങോട്ട് മന്ത്രിയാകുമ്പോൾ എൻ്റെ ശൈലി അങ്ങോട്ട് മാറ്റാൻ എനിക്ക് പറ്റുമോ?